ഒന്ന് വേഗം ആവട്ടെ രാമൻകുട്ടി. മുഹൂർത്തം കഴിയണേ മുമ്പെങ്കിൽ എത്ര കല്യാണത്തിന്? 4 ദിവസം മുമ്പേ തരാമെന്ന് പറഞ്ഞല്ലേ നീ? അതിന് 4 ദിവസം മുമ്പ് വരണമായിരുന്നു. വരുമ്പോ നീ വേണ്ടേ? കിടന്ന് ചൂടാവല്ലേ നാരായണി? ഒരു പാലിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ വേണ്ടേ? എന്ത് പാലം? എന്ത് പാലം എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ട് വേണോ? രാമൻകുട്ടി, പാറത്താഴൽ കോയന്നുട്ടാര് മരിച്ചു പുലർച്ചെ. ഈശ്വര, ഇതിലും വരുന്നെന്തോ വരാനിരുന്നതാ. ഇങ്ങനെ തീർന്നത് നന്നായി. ഇനി പോവാതിരിക്കാനും പറ്റില്ലല്ലോ. ദാ വരുന്നു ഞാൻ. ഒരു 5 മിനിറ്റ് ശവദാനം ഒന്ന് കഴിഞ്ഞോട്ടെ. എന്റെ ബ്ലൗസ്. ഈ ബ്ലൗസ് രണ്ടും പോവാലോ നാരായണി? ഗോവിന്ദനായർ പോയ പോക്കേ. തീർത്തിട്ട് പോടോ. അത്രക്ക് അത്യാവശ്യം അതല്ലേ പറഞ്ഞോണ്ടിരുന്നത്. ഗോപിയേ, ഗോപി, ഗോപി ഒന്ന് വാ. ഞാനിവിടെ അത്യാവശ്യം അതിനേക്കാൾ അത്യാവശ്യം വാ. ജയ, അതൊന്ന് അയച്ചു വെച്ചേക്കേ. മോനൊന്ന് അയച്ചു വെച്ചേക്കേ. ഇത് നാരായണി ചേച്ചി, എനിക്ക് വേണ്ടപ്പെട്ട ചേച്ചിമാരിൽ ഒരാളാ. ഇന്ന് കല്യാണമാണ്. ആണോ? അയ്യോ, ചേച്ചിയുടെ അല്ല, വേറെ ആരുടെയോ. ഓ, ഈ ബ്ലൗസ് ഇട്ടിട്ട് തന്നെ വേണം ചേച്ചി കല്യാണത്തിന് പോവാൻ. അതിന് ബുക്കില്ല. അയ്യോ. വന്നേ, അവിടെ ഇരുന്നേ, പറഞ്ഞുതരാം. ഇതിന്റെ കൈയൊന്ന് മടക്കി അടിച്ചിട്ട് 4 ഉക്ക് പിടിപ്പിച്ചു കൊടുത്തേ. അയ്യോ, എനിക്ക് തുന്നാനൊന്നും അറിയില്ല. എനിക്ക് ഈ പണി അറിഞ്ഞിട്ടാണോ ഞാൻ ചെയ്യണേ? ഇങ്ങനെയൊക്കെ പണി പഠിക്കണത്. ആ ഗോവിന്ദനായർ മരിച്ചറിഞ്ഞില്ലേ? ഏത് ഗോവിന്ദായി? ഏത് ഗോവിന്ദനായരാ? പാറത്താഴല്ല. അത് തന്നെ. വാ, തുന്നടോ. എനിക്ക് ഒന്ന് വേഗം തുന്നെ. ഇതില് എവിടെയാ ഹുക്ക് പിടിപ്പിക്കേണ്ടത്? ഇതെന്താ? അതാ മോളെ എനിക്ക് മനസ്സിലാവാത്തത്. ചില്ലറ പൈസ പറഞ്ഞുണ്ടല്ലോ. അത് ചില്ലറ പൈസ 5 പൈസ. അത് തന്നെ ചില്ലറ പൈസ എന്ന് പറഞ്ഞ. ഹലോ, അഞ്ചേച്ചി. ഭാരതേച്ചി. അഞ്ചേച്ചി, നിങ്ങളെ ചിരിയത്തെ വിളിക്കുന്ന ചില്ലറ പൈസ. അല്ല, ആരേത്? അഞ്ജലിയോ? ലണ്ടനിലെ പഴയ സാധനങ്ങളൊക്കെ വിൽക്കണ കടയുണ്ടോ ഭാരതേച്ചി? ലണ്ടനിലോ? ലണ്ടനിലെ ഈ പഴയ സാധനങ്ങളൊക്കെ വലിയ വിലക്ക് വിൽക്കണ സ്ഥലം. അതിനെന്തിനാ അങ്ങോട്ടൊക്കെ പോണ്? ഇവിടെ പാലക്കാട്ടുണ്ടല്ലോ. ഇതതൊന്നുമല്ല, ഓപ്ഷൻ വെച്ചാ 2 ലക്ഷം പൗണ്ടൊക്കെ കിട്ടും. ഓപ്ഷൻ വയ്ക്കേ? ഒരു വാച്ചേ. ഇത് നന്നാക്കാൻ ഇപ്പൊ സൗത്ത് ഇന്ത്യയിൽ ഒരാളേ ഉള്ളൂ. ആ ആള് നന്നാക്കിയതുകൊണ്ടാവും ഇപ്പൊ ഇതിന്റെ മിനിറ്റ് സൂചി കാണാനില്ല. എവിടെ? ഗോപി, ഞാൻ പോട്ടെ ഭാരതേച്ചി. ടാറ്റാ. ഹലോ. നിന്നെ ഞാൻ ആ പണി ഏൽപ്പിച്ചപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു എന്റെ മാനം പോകുന്നു. നീ എവിടെ നിന്നാണ് പണി പഠിച്ച്? നമുക്ക് വേറൊരു സൂചി. കഴുതയുടെ തലയുടെ സ്ഥാനത്ത് നിന്റെ തല വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള സൂചി അത്. 1942. ഇന്ത്യക്കാണെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിപ്പോയി. ആ ചില്ലറ പൈസ ആ പെണ്ണ സൂചി കിട്ടിയില്ല എന്നോട് കരുതി പുറപ്പിക്കില്ല. അറിയോ നിനക്ക്? എന്താ ഗോപി ഇത്? സൂചിയാണോ ഇല്ലെന്നേ? ഓ, സൂചി അതോ? ഓഹോ, അത് ശരി. അവിടെ പോയിരുന്നാണോ നിന്റെ വാച്ച് റിപ്പയറിങ്? ചേട്ടാ, ഞാൻ നീ മിണ്ടരുത്. നിനക്ക് വെച്ചിട്ടുണ്ട്. ഫേവറിൽ വെച്ചിട്ട് കളിക്കണോടോ നിന്റെ ഗോപി. ഇതിലേ സൂചിയാന്ന് നോക്കിയേ. തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. കൊണ്ടുപോടുന്നു അല്ലേ? ഒരു സാധനം ഒരു സ്ഥലത്ത് വെച്ച കാണൂല. കടയാത്രേ. ഏത് ഗതികിട്ട നേരത്താണ് എന്റെ ഇഷ്ടം. കണ്ടാ കിട്ടി. നോക്ക് നോക്ക് നോക്ക്. അത് ചേട്ടൻ തന്നെ. ചേട്ടൻ നിന്റെ ഉത്തരവാദിത്വം. നീ മിണ്ടിപ്പോരുത്. വാച്ചെടുക്കടാ, വാച്ചെടുക്ക്. നീ തന്നെ സൂചിനകത്ത് പിടിപ്പിക്കണം. വെക്കടാ, വെക്കി. ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. പണി അറിയാൻ പാടില്ലെങ്കിൽ നിനക്ക് പണി അറിയാമെന്ന് ഞാൻ നോക്കട്ടെ. മനസ്സിലാണോ? ഗോപേ, എന്താ നീ ഉദ്ദേശിച്ച സൂചി ഇതാണെന്ന് നോക്കിയേ. ഇത്തിരി ചാണപ്പൊടി ചോദിച്ചപ്പോ എന്താ ഇവിടെ ഒരു ഭാവം? 2 പശു ഉണ്ടെന്ന് വെച്ചിട്ട് ഇത്ര അഹങ്കരിക്കണോ? പശു എന്നൊക്കെ പറഞ്ഞാൽ എപ്പോ വേണമെങ്കിൽ സൂക്കട ഒന്ന് ചാവാം. പാവം പശു ചാവണ്ട. എന്നാലും ഇങ്ങനെയുണ്ട് ഒരു സ്ത്രീ. ഫുള്ളായിട്ട് നോർമൽ അല്ലല്ലേ? ഞങ്ങളുടെ നാട്ടിൽ ഒറ്റയ്ക്ക് സംസാരിക്കണതിന് വേറെ ചിലതൊക്കെ പറയാ. എന്താ? ഒന്നുമില്ല. ഇതാ വാച്ച്. ഇനി ഒരു 50 കൊല്ലത്തേക്ക് ഒരു കേടും വരില്ല, ഗ്യാരണ്ടി. അല്ല, മിനിറ്റ് സൂചി കിട്ടിയപ്പോ മണിക്കൂർ സൂചി പോയിണ്ടാവോ? നോക്കണം. ഇതിന്റെ ചാർജ് എത്രയാ? ബില്ലിന് അയക്കാം. എന്തേ? എന്താ
കുട്ടികളെല്ലാരും കാണാൻ വേണേ ഇപ്പൊക്കെ സമയം പിന്നാക്കാ പോവാ. പിന്നാക്കോ? ഇതിന്റെ രുചി പിന്നാക്കാതിരിക്കണത്. ഞാനൊന്നുകൂടി try വേണ്ട വേണ്ട വേണ്ട, ഇത് ഫേവർ ലൂബിയാണ്, 1942 മോഡൽ. സൗത്ത് ഇന്ത്യയിലെ ആൾക്ക് നന്നാക്കാൻ പറ്റാത്തോണ്ട് ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ആരെക്കൊണ്ടെങ്കിലും നന്നാക്കിച്ചോളാം. ഓ ഏടത്തി വിളിച്ചു. ഓ ഓ ആ. ശ്രീലലോലയാം സന്ധ്യാദേവിക്കു മംഗളം. കാർത്തിക ദീപം ചാർത്തി നേരും നമസ്കാരം. മണ്ണിലും മേലെ വിണ്ണിലും മന്ത്രഘോഷം മുഴങ്ങുന്നു. സാരസാക്ഷിയാം പക്ഷിയോ വേദസാധകം ചെയ്യുന്നു. ശ്രീലലോലയാം സന്ധ്യാദേവിക്കു മംഗളം. കാർത്തിക ദീപം ചാർത്തി നേരും നമസ്കാരം. മണ്ണിലും മേലെ വിണ്ണിലും മന്ത്രഘോഷം മുഴങ്ങുന്നു. സാരസാക്ഷിയാം പക്ഷിയോ വേദസാധകം ചെയ്യുന്നു. ശ്രീലലോലയാം സന്ധ്യാദേവിക്കു മംഗളം. കാർത്തിക ദീപം ചാർത്തി നേരും നമസ്കാരം. ഹലോ. ഹലോ, ഫേവർ ലൂബ. പിന്നെ ആ വഴിക്കൊന്നും കണ്ടില്ലല്ലോ. തിരക്ക് കടയിൽ എപ്പോഴും തിരക്കാണേ. സൗത്ത് ഇന്ത്യയിൽ നിന്ന് മുഴുക്ക ആളുകൾ വരുന്നുണ്ടാവുമല്ലോ, അപ്പൊ തിരക്കുണ്ടാവും. നടക്കാത്ത വാച്ചെന്തിനാ കൈ കെട്ടണേ? അതഴിച്ചു തന്നിട്ട് ദാ ഇത് കെട്ടിക്കോളൂ. സമയം അറിയില്ലല്ലേ പ്രധാനം. ഇതിലിപ്പോ സമയം കൃത്യ 5:45. അപ്പൊ ഇതിന്റെ സൂചി മുന്നോട്ട് നടക്കാൻ തുടങ്ങിയോ? കൊറേ പിന്നോട്ട് നടന്നപ്പോ അതിന് തോന്നി കാണും എന്നാ ഇനി കുറച്ച് മുന്നോട്ട് നടക്കാന്ന്. എന്നാലും ഇനിയും കേടാവൂലോ. അപ്പൊ കിട്ടാം. അയൽക്കാരന്റെ ഗിഫ്റ്റ് ആയിട്ട് കൂട്ടിക്കോളൂ. സമയം ഇതിലും കൃത്യ. നിർബന്ധം അച്ഛാ തന്നോളൂ. മുത്തശ്ശി കെട്ടിക്കോളൂ. ടൈം പീസ് പൂച്ച തട്ടിയിട്ട് ഉടച്ചതുകൊണ്ട് സമയം അറിയാൻ പറ്റണില്ലാന്ന് മുത്തശ്ശി ഇന്നലെ കൂടി പറഞ്ഞു കേട്ടു. വലിയ ഉപകാരം കേട്ടോ. ഇത് ഗിഫ്റ്റ് തന്നെയല്ലേ, ഒടുക്കം ബില്ലേക്കരുത്. ഇന്നലെ കൈ ഒരുപാട് പൊള്ളിയല്ലേ? കൈ പൊള്ളു? ആ, സന്ധ്യക്ക് കാർത്തികളൊക്കെ വെച്ചപ്പോ. എങ്ങനെയാ കണ്ടത്? അപ്പൊ ആ പരിസരത്തൊന്നും കണ്ടില്ലല്ലോ. മനക്കണ്ണുകൊണ്ട് ദിവ്യദൃഷ്ടി ഉണ്ട് എനിക്ക്. അന്ന് തുമ്മിയ കാര്യം ഞാൻ പറഞ്ഞില്ലേ. ഇനി കാലാകാലങ്ങളിൽ ഇതുപോലെ ഓരോ പ്രവചനങ്ങൾ എന്നിൽ നിന്നും പ്രതീക്ഷിക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് നാളെ പൗർണമി. നോസ്ട്രഡാമസ് എന്ന് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അയ്യർ ദി ഗ്രേറ്റ് കണ്ടിട്ടുണ്ടോ? അതിലെ മമ്മൂട്ടിയെ പോലെ എന്റെ പ്രവചനങ്ങളും ഇനി സംഭവിക്കാൻ പോവുകയാണ്. നാളെ രാത്രി താൻ ഉറങ്ങിക്കിടക്കുമ്പോൾ സമയം ഏതാണ്ട് 12-ന് 1 മിനിറ്റ് മുമ്പുള്ളപ്പോൾ വിദൂരതയിൽ നിന്നൊരു പാട്ടൊഴുകിയെത്തുന്നു. താൻ അറിയാതെ ഉറക്കമുണർന്നു പോകുന്നു. പാട്ടിന് ചെവി ഓർക്കുന്നു. എവിടെ നിന്നാവും ആ പാട്ടെന്നറിയാൻ അപ്പുറത്ത് കിടക്കുന്ന ചേച്ചിയെ ഉണർത്താതെ താൻ മെല്ലെ എഴുന്നേറ്റ് ജനലിനരികിലേക്ക് വരുന്നു. അപ്പോൾ വിദൂരതയിൽ ഉറങ്ങാതെ കണ്ണിൽ എണ്ണ ഒഴിച്ച് ഒരു പാവം നക്ഷത്രം. ആ നക്ഷത്രം തന്നെ തന്നെ നോക്കി പറയും, ഐ ലവ് യു. കാള വാല് പോക്കണ കണ്ടപ്പോഴേ മനസ്സിലായി സൂക്കട് എന്താണെന്ന്. ബാക്കി ഞാൻ ഭാരതീയച്ചൂട് പറഞ്ഞോളാം. ഗിഫ്റ്റ് എന്ന വാച്ചും അവിടെ ഏൽപ്പിക്കാം. കാളകൾ വാല് പൊക്കണ കാരണം ഒരു കാര്യവും പറയാൻ പറ്റണല്ലോ ഈശ്വര.